നമുക്കറിയാം മാത്സിനകത്ത് നിന്നും 10 ചോദ്യങ്ങളാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്നത്. അപ്പോൾ ആ വരാൻ പോകുന്ന ഡ്രൈവർ പരീക്ഷകൾക്കെല്ലാം ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് മാത്സിലെ ചോദ്യങ്ങൾ ഒരു റിവിഷൻ ലെവലില് നിങ്ങളെ പഠിപ്പിക്കുവാൻ പോകുകയാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, ഞാനിവിടെ പറയുന്ന ഓരോ ചോദ്യങ്ങളും കഴിഞ്ഞു പോയ ഡ്രൈവർ പരീക്ഷകളിലെ വിവിധ ഡ്രൈവർ പരീക്ഷകളിലെ നിങ്ങളുടെ മുമ്പിലേക്ക് വന്ന ചോദ്യങ്ങളും അതേ പാറ്റേൺ ആവർത്തിച്ചു പോയ ചോദ്യങ്ങളുമാണ്. എല്ലാവർക്കും നമസ്കാരം. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ മറ്റൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് നമ്മൾ പതിയെ കടക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും സർക്കാർ സർവീസിലേക്ക് ഒരു ഡ്രൈവർ ആകുവാനുള്ള ആ ഒരു വലിയ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ട് CPO ഡ്രൈവർ, അതേപോലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഡ്രൈവർ, അതേപോലെ ഫയർമാൻ ഡ്രൈവർ ഉൾപ്പെടെയുള്ള ഫോഴ്സുകളിലേക്കുള്ള ഡ്രൈവർ പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ്. ആ നിങ്ങളുടെ പ്രിപ്പറേഷന്റെ ഭാഗമായിട്ട് നമുക്കറിയാം മാത്സിനകത്ത് നിന്നും 10 ചോദ്യങ്ങളാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്നത്. അപ്പോൾ ആ വരാൻ പോകുന്ന ഡ്രൈവർ പരീക്ഷകൾക്കെല്ലാം ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് മാത്സിലെ ചോദ്യങ്ങൾ ഒരു റിവിഷൻ ലെവലില് നിങ്ങളെ പഠിപ്പിക്കുവാൻ പോകുകയാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, ഞാനിവിടെ പറയുന്ന ഓരോ ചോദ്യങ്ങളും കഴിഞ്ഞു പോയ ഡ്രൈവർ പരീക്ഷകളിലെ വിവിധ ഡ്രൈവർ പരീക്ഷകളിലെ നിങ്ങളുടെ മുമ്പിലേക്ക് വന്ന ചോദ്യങ്ങളും അതേ പാറ്റേൺ ആവർത്തിച്ചു പോയ ചോദ്യങ്ങളുമാണ്. അപ്പോൾ ഇതേ മോഡലില് ഇനിയും നിങ്ങളുടെ മുമ്പിലേക്ക് ചോദ്യങ്ങൾ വരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലെ ഞാനിവിടെ പഠിപ്പിക്കുന്ന ഓരോ ചോദ്യങ്ങളും ബുക്കിനകത്തേക്ക് വൃത്തിയായിട്ട് എഴുതണം. എഴുതി വെച്ചതിന് ശേഷം ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വൃത്തിയായിട്ട് കേൾക്കുക. ആ കേട്ടതിന് ശേഷം നിങ്ങൾ ആ ചോദ്യം സ്വന്തമായിട്ടും ചെയ്തു നോക്കുക. അപ്പോൾ നമുക്കറിയാൻ പറ്റും, നമുക്ക് മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയാൻ പറ്റും. ഇത്തരത്തിലെ റിവിഷൻ ലെവലിലെ ഒരു 6-7 ക്ലാസ് കിട്ടുമ്പോൾ തന്നെ വരാൻ പോകുന്ന CPO ഡ്രൈവർ ഉൾപ്പെടെയുള്ള പരീക്ഷകൾക്ക് നിങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് ആ എക്സാമിന് നല്ല രീതിയിൽ കട്ട് ഓഫ് ക്ലിയർ ചെയ്തുകൊണ്ട് റാങ്ക് ലിസ്റ്റിന്റെ ആദ്യ ഭാഗത്തേക്ക് വരുവാനും സാധിക്കും. മാത്സ് വിഷയമാണ് പലർക്കും ബുദ്ധിമുട്ടായിട്ടുള്ളത്. അവിടെ സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. അത്തരം ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പഠനം പോലും നമുക്ക് മാത്സിനകത്ത് നിന്നും 7 മാർക്ക് അല്ലെങ്കിൽ 8 മാർക്ക് വരെ നേടിയെടുക്കുവാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു പരീക്ഷാ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിങ്ങളുടെ യാത്രയിലെ മാത്സിലെ മുഴുവൻ മാർക്കും വാങ്ങിക്കുവാൻ ഇത്തരത്തിലുള്ള വീഡിയോസ് ഉപകാരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. മക്കളെ, നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ചോദ്യം, ഒരു ഇൻട്രൊഡക്ഷന്റെ ആവശ്യമൊന്നുമില്ല. മിക്ക PSC പരീക്ഷകളിലും ഒരു കൃത്യംഗ സംഖ്യ തന്നിട്ട് ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എത്ര അല്ലെങ്കിൽ അവസാനത്തെ അക്കം എത്ര എന്ന് ചോദിക്കാറില്ലേ? ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നു, എടാ കുഞ്ഞുങ്ങളെ, 2⁻15ന്റെ 1ന്റെ സ്ഥാനത്തെ അക്കം എത്ര അല്ലെങ്കിൽ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എത്ര എന്നാണ് ചോദ്യം. ഒരു കൃത്യംഗ സംഖ്യ തന്നിട്ട് ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ചെയ്യേണ്ട പരിപാടി, ആ താഴെ കിടക്കുന്ന സംഖ്യ ഒന്ന് നോക്കുക. ആ താഴെ കിടക്കുന്ന സംഖ്യ ഒന്ന് നോക്കുക. ആ താഴെ കിടക്കുന്ന സംഖ്യ ഉണ്ടല്ലോ, ആ താഴെ കിടക്കുന്ന സംഖ്യയുടെ അവസാനത്തെ അക്കം, താഴെ കിടക്കുന്ന സംഖ്യയുടെ അവസാനത്തെ അക്കം 0, 1, 5, 6 ആണെങ്കിൽ എടാ കുഞ്ഞുങ്ങളെ, ആ സംഖ്യ തന്നെ ആയിരിക്കും ഉത്തരം. അപ്പോൾ താഴെ കിടക്കുന്ന സംഖ്യകളെ പറയുന്ന പേരാണ് ആധാര സംഖ്യ അല്ലെങ്കിൽ ബേസ് നമ്പർ എന്ന് പറയും. ആ ആധാര സംഖ്യയുടെ അവസാനത്തെ അക്കം 0, 1, 5, 6 ആണെങ്കിൽ ആ സംഖ്യ തന്നെ ആയിരിക്കും ഉത്തരം. ആ സംഖ്യ തന്നെ ആയിരിക്കും ഉത്തരം. നമുക്കിവിടെ ആധാര സംഖ്യ എന്ന് പറഞ്ഞാൽ 2 ആണ്. ആധാര സംഖ്യയുടെ അവസാനത്തെ അക്കവും 2 തന്നെയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ?
നിങ്ങൾ ചെയ്യേണ്ടത്, ഇതല്ലാതെയുള്ള സംഖ്യകൾ വന്നാൽ ആധാര സംഖ്യയുടെ അവസാനത്തെ അക്കം 0, 1, 5, 6 അല്ലാതെ വരുന്ന സംഖ്യകളാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതെങ്കിൽ കൃതിയെ 4 കൊണ്ട് ഹരിക്കുക. മക്കളെ, കൃതിയെ 4 കൊണ്ട് ഹരിക്കണം. കൃതിയെ 4 കൊണ്ട് ഹരിക്കുക. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 15 അല്ലേ? ആ 15നെ നിങ്ങള് 4 കൊണ്ട് ഹരിക്കുക. ദേണ്ടേ 3 4 12, നിങ്ങൾക്ക് ശിഷ്ടം 3 കിട്ടും. എടാ മക്കളെ, എത്രയാണോ ശിഷ്ടം കിട്ടുന്നത് അതിനെ പുതിയ പവറായിട്ട് പരിഗണിക്കുക. 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 എനിക്ക് കിട്ടിയ ശിഷ്ടം 3. അപ്പോൾ നമ്മള് ആ 2ന്റെ പവറ് ആ ശിഷ്ടം എഴുതുക. ആ ശിഷ്ടം എന്ന് പറഞ്ഞാൽ 3. അതായത് 2/3. മക്കളെ, 2നെ 3 കൊണ്ട് ഗുണിക്കുക. എടാ, 2നെ 3 കൊണ്ട് ഗുണിച്ചാല് 2 2 4, 4 2 8, ആൻസർ 8. ഓപ്ഷൻ ഡി ഈസ് ദ പക്ക ആൻസർ. ഒന്നാമത്തെ ആൻസർ. ഇത്രേ ഉള്ളൂ പരിപാടി. ചെയ്യേണ്ട പരിപാടി, കൃതിയെ 4 കൊണ്ട് ഹരിക്കുക. കൃതിയെ 4 കൊണ്ട് ഹരിക്കുക. ശിഷ്ടം എത്രയാണോ കിട്ടുന്നത് അവനെ പിടിച്ച് പുതിയ പവറായിട്ട് വെക്കുക. ശിഷ്ടം എത്രയാണോ കിട്ടുന്നത് അതിനെ പിടിച്ച് പുതിയ പവറായിട്ട് വെക്കുക. ശിഷ്ടം എത്രയാണോ കിട്ടുന്നത് അതിനെ പിടിച്ച് പുതിയ പവറായിട്ട് വെക്കുക. 1 മാർക്ക് ഉറപ്പായി. അപ്പോൾ വേണ്ടേ, ഇതൊന്നും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. എടാ കുഞ്ഞുങ്ങളെ, 7/56ന്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എത്ര, അവസാനത്തെ അക്കം എത്ര? ചെയ്യേണ്ട പരിപാടി എന്തുവായിരുന്നു? കൃതിയെ 4 കൊണ്ട് ഹരിക്കുക. 56നെ നമ്മൾ 4 കൊണ്ട് ഹരിച്ചു. 1 4 4, ശിഷ്ടം 1, അവസാനത്തെ 6 താത്തിറക്കി. 4 16, ശിഷ്ടം 0 കിട്ടിയത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൃതിയെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ മക്കളെ, ഒരു സംഖ്യയെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ സാധാരണ നമുക്ക് ശിഷ്ടം എന്തൊക്കെ കിട്ടാം? നോർമലി എന്തൊക്കെ കിട്ടും? ശിഷ്ടം നമുക്ക് 1 കിട്ടാം, 2 കിട്ടാം, 3 കിട്ടാം, അല്ലെങ്കിൽ 0 കിട്ടും. ഇതല്ലാതെ വേറെ സംഖ്യകളൊന്നും ശിഷ്ടമായിട്ട് വരത്തില്ല. ഒന്നുകിൽ ശിഷ്ടം 1 വരാം, അല്ലെങ്കിൽ 2 വരാം, അല്ലെങ്കിൽ 3 വരാം. അതും അല്ലെങ്കിൽ 0 ആയിരിക്കും വരുന്നത്. ഇവിടെ ശിഷ്ടം 1 വന്നാൽ നിങ്ങൾ പുതിയ പവറായിട്ട് 1 വെക്കുക, പഴയതുപോലെ. 2 വന്നാലും പവർ 2 കൊടുക്കുക. 3 വന്നാലും പവർ 3 എടുക്കുക. പക്ഷേ ശിഷ്ടം 0 വരികയാണെങ്കിൽ മാത്രം, ശിഷ്ടം 0 വരികയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി ഉണ്ടല്ലോ. എടാ, ശിഷ്ടം 0 വരുവാണെന്നുണ്ടെങ്കിൽ മാത്രം പവർ 4 എടുക്കണം. പവർ 4 എടുക്കണം. പവർ 4 എടുക്കണം. പവർ 4 എടുക്കണം. ശിഷ്ടം 0 വന്നാൽ പവർ 4, ശിഷ്ടം 0 വന്നാൽ പവർ 4, ശിഷ്ടം 1 വന്നാൽ പവർ 1, ശിഷ്ടം 2 വന്നാൽ പവർ 2, ശിഷ്ടം 3 വന്നാൽ പവർ 3, ശിഷ്ടം 0 വരുവാണെങ്കിൽ പവർ 4, പവർ 4, പവർ 4. അങ്ങനാണെങ്കിൽ നമുക്കിവിടെ പവർ 4 എടുക്കാം. 7/4. 7നെ 4 തവണ ഗുണിക്കണം. എടാ, 7നെ 4 തവണ ഗുണിക്കണം. നിങ്ങൾ കയ്യിൽ ഗുണിച്ച് നോക്കുക. അവസാനത്തെ അക്കം മാത്രം മതി. അവസാനത്തെ അക്കത്തിനെ പറയുന്ന പേരാണ് ഒറ്റയുടെ സ്ഥാനത്തെ അക്കം, അല്ലെങ്കിൽ 1ന്റെ സ്ഥാനത്തെ അക്കം എന്ന് പറയും. മക്കളെ, 7 7 കൂടെ ഗുണിച്ചാൽ 49. എടാ കുഞ്ഞുങ്ങളെ, 49ന്റെ അവസാനത്തെ അക്കം 9 ആണ്. 9 ആണ്. 9 ആണ്. 9 ആണ്. ആ 9നെ വീണ്ടും 7 കൊണ്ട് ഗുണിച്ചാൽ 9 7 63. 63ന്റെ അവസാനത്തെ അക്കം 3 ആണ്. മക്കളെ, ആ 3നെ വീണ്ടും 7 കൊണ്ട് ഗുണിച്ചാൽ 3 7 21. 21. 21ന്റെ അവസാനത്തെ അക്കം 1. ആൻസർ ഈസ് 1. ഒന്നും കൂടെ പറഞ്ഞു തരാം. 7നെ 4 തവണ ഗുണിക്കുമ്പോൾ, എടാ കയ്യിലോട്ട് നോക്കിക്കോ, 7 7 49. 49ന് പകരം 9 എന്ന് മാത്രം പറഞ്ഞാൽ മതി. അവസാനത്തെ ഡിജിറ്റ് മാത്രം മതി.
അപ്പൊ 7 7 49, 49ന്റെ അവസാന തക്ക 9. ആ 9നെ വീണ്ടും 7 കൊണ്ട് ഗുണിച്ചാൽ 9 7 63, 63ന്റെ അവസാന തക്ക 3. ആ 3നെ വീണ്ടും 7 കൊണ്ട് ഗുണിച്ചാൽ 3 7 21, 21ന്റെ അവസാന തക്കം 1. നമ്മൾക്ക് ഒരു മാർക്ക് സെറ്റായി. ഒന്നും കൂടെ ഉറപ്പിക്കാൻ ദാ പിടിച്ചു. ഇതാണ്ടേ 4/100 പ്ലസ് 6/77 എന്ന സംഖ്യയിലെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എത്ര, അവസാനത്തെ അക്കം എത്ര, ലാസ്റ്റ് ഡിജിറ്റ് എത്ര, യൂണിറ്റ് ഡിജിറ്റ് എത്ര എന്നാണ് ചോദ്യം. വേണ്ടേ 6 ആണെങ്കിൽ ഞാൻ പറഞ്ഞു ഉത്തരം 6 തന്നെ. അത് ഉറപ്പിച്ചു. ആധാര സംഖ്യയുടെ അവസാനത്തെ അക്കം 0, 1, 5, 6 ആണെങ്കിൽ ആ സംഖ്യ തന്നെ ആയിരിക്കും ഉത്തരം എന്ന് പഠിച്ചു. അത് നമ്മൾ ഓൾറെഡി സെറ്റാണ്. അപ്പോൾ 6 ആയതുകൊണ്ട് ആ ഭാഗത്ത് ആൻസർ 6 എന്ന് വന്നു. ഇനി നമുക്ക് നോക്കേണ്ടത് 4 അല്ലേ? വേറെ ഏത് സംഖ്യ വന്നാലും പവറിനെ 4 കൊണ്ട് ഹരിക്കണം. പവർ 100 അല്ലേ? എടാ കുഞ്ഞുങ്ങളെ, 100നെ 4 കൊണ്ട് ഹരിക്കുക. 100നെ 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം കിട്ടുന്നത് 0 അല്ലേ? ശിഷ്ടം 0 കിട്ടുന്നത്. ശിഷ്ടം 0 കിട്ടുമ്പോൾ മാത്രം പവർ 4 എടുക്കണം. അപ്പോൾ നമുക്കിവിടെ പവർ 4 എടുക്കേണ്ടി വരും. ഇങ്ങനെ വരും. പിന്നെ ഇതിന്റെ ഉത്തരം നമുക്ക് ഓൾറെഡി കിട്ടി. ആൻസർ 6 ആണെന്ന് അറിയാം. 4നെ 4 തവണ ഗുണിച്ച എത്ര? കയ്യിൽ ഗുണിച്ച് 4നെ 4 തവണ ഗുണിക്കടാ. 4 16 ഇല്ലേ? ഒന്നും കൂടെ 4 16. 16 എന്ന് പറഞ്ഞാൽ 6. ആ 6നെ വീണ്ടും 4 കൊണ്ട് ഗുണിച്ചാല് 6 4 24, 4. ആ 4നെ വീണ്ടും 4 കൊണ്ട് ഗുണിച്ചാൽ 4 16, 6. അപ്പൊ ഇവിടെ 6 എന്ന് വന്നു. പ്ലസ് ഇവിടെ ഓൾറെഡി 6 ആണ്. 6ഉം 6ഉം കൂടെ കൂട്ടിയാൽ 12. 12ന്റെ അവസാനത്തെ ഡിജിറ്റ് 2 അല്ലേ? 12ന്റെ അവസാനത്തെ ഡിജിറ്റ് 2. നമ്മളുടെ ആൻസർ 2. ഓപ്ഷൻ ബി ഇസ് ദ പക്ക. ഒരു മാർക്ക് നമുക്കിപ്പോൾ ഉറപ്പായിരിക്കുവാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഇതാണ്ടേ ചോദ്യം ഇതാണ്. ഒരു കലണ്ടറിലെ 9 സംഖ്യകളുള്ള ഒരു സമചതുരം അടയാളപ്പെടുത്തി. അതിലെ സംഖ്യകളെല്ലാം കൂട്ടിയപ്പോൾ 117 കിട്ടി എങ്കിൽ സമചതുരത്തിന്റെ ആ നടുവിൽ വരുന്ന സംഖ്യ ഏതാടാ പിള്ളേരെ എന്നാണ് ചോദ്യം. മക്കളെ, നമുക്കറിയാം. ദാണ്ട് ഇങ്ങോട്ട് നോക്ക്, എന്റെ കൂടെ ഇങ്ങോട്ട് നോക്കിക്കേ. ഒരു കലണ്ടറിലെ അടുത്തടുത്ത 4 തീയതികൾ ചേർത്ത് 9 സംഖ്യകളുള്ള ഒരു സമചതുരം ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ ദേണ്ടേ 1 2 3 1 2 3 കണ്ടോ? 3 9 കറക്റ്റ് 9 എണ്ണമായി കണ്ടോ? 9 സമചതുരങ്ങൾ ചേർത്ത് കലണ്ടറിലെ 9 സംഖ്യകളുള്ള ഒരു സമചതുരം അടയാളപ്പെടുത്തി വെച്ചു. 9 എണ്ണം അടുത്തടുത്ത് കിടക്കുന്ന 9 എണ്ണം ചേർത്താൽ നമുക്കൊരു വലിയൊരു സമചതുരം കിട്ടും. അപ്പൊ അങ്ങോട്ട് 3 ഇങ്ങോട്ട് 3, അപ്പം 3 9 എണ്ണം കറക്റ്റ് ആയിട്ട് വരും. അപ്പോ സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഇത് X ആണെന്നറിയാം. ആദ്യത്തെ തീയതി X ആണെന്ന് അങ്ങ് എടുക്കാം. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഓരോന്ന് വീതം അല്ലേ കൂടുന്നത്? X+1 വരും, ഇത് X+2 എന്ന് വരും അല്ലേടാ. ഇത് 10-ാം തീയതി ആണെങ്കിൽ അത് 11 12 അല്ലേ പിള്ളേരെ? അല്ലേ? വലത്തോട്ട് പോകുന്തോറും ഓരോന്ന് വീതം കൂടിക്കൂടിയല്ലേ വരുന്നത്. താഴോട്ട് വരുമ്പോൾ 7 വീതം കൂടിക്കൂടി വരത്തില്ലേ? താഴോട്ട് വരുമ്പോൾ 7 വീതം കൂടിക്കൂടിയല്ലേ വരുന്നത്. 1-ാം തീയതി വ്യാഴാഴ്ചയാണെങ്കിൽ 1 7 8 വ്യാഴം, 8 7 15 വ്യാഴം, 15 7 22 വ്യാഴം അല്ലേ മക്കളെ? അപ്പോൾ X തൊട്ട് താഴെ X+7 വരും. ആ X+7ന്റെ കൂടെ വീണ്ടും 7 കൂട്ടിയാൽ X+14. അപ്പോൾ ഇത് X+15 വരും. ഇത് X+16 വരത്തില്ലേ? അപ്പോൾ ഇത് X+8 എന്നല്ലേ വരുന്നത്? കാരണം 7 കഴിഞ്ഞ 8, 8 കഴിഞ്ഞ 9. കണ്ടോ? ഇതാണ് തീയതികൾ. ചോദ്യകർത്താവ് പറയുന്നു ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 117 കിട്ടും എന്ന് പറയുന്നു. നമുക്കെല്ലാം കൂടെ ഒന്ന് കൂട്ടി നോക്കിയാലോ? എല്ലാം കൂടെ കൂട്ടി നോക്കാം. ഇവിടെ മൊത്തത്തിലെ എത്ര എക്സുകളുണ്ട്? 9 എണ്ണം ഉണ്ട്. അപ്പൊ 9x ആയി. ഇനി സംഖ്യകള് 1ഉം 2ഉം കൂടെ കൂട്ടിയാൽ 3,
3 7 10, 10 8 18, 18 9 27, 27 4 31 41, 41 5 46, 56, 56 6 62, 10 72. കണ്ടോ, എല്ലാം കൂടെ കൂട്ടിയാൽ 72 എന്ന് കിട്ടും. ഇത്രയും സംഖ്യകൾ എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 72 എന്ന് കിട്ടും. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയാൽ 117 കിട്ടുമെന്ന് പറഞ്ഞു, നമ്മൾ എഴുതി വെച്ചു 117. കണ്ടോ, 117. ഇനി അവിടുന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആ സെന്ററിൽ കിടക്കുന്നവൻ ആര്. അത് x+8 എന്ന് പറയുന്ന ഡേറ്റ് ആണ്. അതിന്റെ വില എത്ര എന്നാണ് ചോദ്യം. മക്കളെ, ഇതിനെ പറഞ്ഞ് അപ്പുറത്തോട്ട് വിട്ടാൽ സ്വാഭാവികമായിട്ടും മൈനസ് ആയില്ലടാ കുഞ്ഞുങ്ങളെ. അപ്പോൾ 117 72 കുറച്ചാല് 7 2 കുറച്ചാൽ 5 വരും. 11 7 കുറച്ചാൽ 11 7 കുറച്ചാൽ 4 എന്നാ വരുന്നത്. 9x വില 45 ആണെങ്കിൽ x is equal to 45 divided by 9. നമുക്ക് ഉത്തരം 5 എന്ന് കിട്ടി. x വില 5 എന്ന് കിട്ടിയാൽ x+8 എന്ന് പറഞ്ഞാല് 5 8 13, 5 8 13, 5 8 13. നടുക്കുള്ള ഡേറ്റ് അല്ലെങ്കിൽ തീയതി എന്ന് പറയുന്നത് 13-ാം തീയതി ആയിരുന്നു എന്നുള്ള കാര്യം നമുക്കങ്ങ് ഉറപ്പിക്കാം. ഓപ്ഷൻ ബി ആയിരുന്നു അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം. ഓർത്തു വെച്ചോണം, കലണ്ടറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചോദ്യം പരീക്ഷയ്ക്ക് വരുമ്പോൾ താഴോട്ട് വരുമ്പോൾ 7 വീതം കൂട്ടുക, സൈഡിലോട്ട് വരുമ്പോൾ ഓരോന്ന് വീതം കൂട്ടുക, താഴോട്ട് വരുമ്പോൾ 7 വീതം കൂട്ടുക, സൈഡിലോട്ടാണെങ്കിൽ 1 വീതം കൂട്ടുക, താഴോട്ടാണെങ്കിൽ 7 വീതം കൂട്ടുക. ഒരിക്കലും 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 മറന്നു പോകാൻ പാടില്ല. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇപ്പോൾ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. കുറെ തവണ ആവർത്തിച്ചു പോയ ചോദ്യം കൂടിയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. ഒരു ചതുരക്കട്ടയുടെ നീളം, വീതി, ഉയരം ഇവ 12, 6, 9. ഇതിൽ നിന്നും ഉണ്ടാക്കിയെടുക്കാവുന്ന ഏറ്റവും വലിയ ക്യൂബിന്റെ ഒരു വക്കിന്റെ നീളം എത്ര? ഇതിൽ നിന്നും ഉണ്ടാക്കിയെടുക്കാവുന്ന ഏറ്റവും വലിയ ക്യൂബിന്റെ വക്കിന്റെ നീളം എത്ര? വക്കിന്റെ നീളം എത്ര എന്നാണ് ചോദ്യം. നമുക്കറിയാം, ഇതാണ് ചതുരപ്പെട്ടി. ചതുരപ്പെട്ടിയെ നമ്മൾ ചതുരക്കട്ട എന്ന് പറയും, ചതുരസ്തംഭം എന്നൊക്കെ പറയും. ചതുരപ്പെട്ടി, ചതുരക്കട്ട, ചതുരസ്തംഭം, ക്യൂബോയിഡ്, റെക്ടാങ്കുലർ ബോക്സ്, റെക്ടാങ്കുലർ പ്രിസം എന്ന് വേണ്ട ഒരുപാട് പേരുകളിലൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ 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 സ്വന്തം ചതുരപ്പെട്ടി, ചതുരക്കട്ട, ചതുരസ്തംഭം, റെക്ടാങ്കുലർ ബോക്സ്, റെക്ടാങ്കുലർ പ്രിസം. മക്കളെ, നീളം എന്ന് പറയുന്നത് 12. എടാ, വീതി 6 ആണ്, ഉയരം 9 സെന്റിമീറ്റർ ആണ്. ചതുരപ്പെട്ടിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കംപ്ലീറ്റ് ഇക്വേഷനും കാണാതെ പഠിച്ചു വെക്കണം. ചതുരപ്പെട്ടിയുടെ പാദമുഖ വിസ്തീർണം, പാർശ്വമുഖ വിസ്തീർണം കണ്ടുപിടിക്കാന്, ഉപരിതല വിസ്തീർണം കണ്ടുപിടിക്കാന്, വ്യാപ്തം കണ്ടുപിടിക്കാന്, ഡയഗണൽ, അതേപോലെ വികർണം. ഇത്രയും 5 ഇക്വേഷന് നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കുക. 1 മാർക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഭാഗമാണ്. എന്തായാലും നമുക്ക് വരാം. ഇവിടെ ഈ ചതുരപ്പെട്ടിയിൽ നിന്നും കട്ട് ചെയ്ത് മുറിച്ചെടുക്കാവുന്ന ഏറ്റവും വലിയ ക്യൂബിന്റെ വശത്തിന്റെ നീളം എത്ര എന്ന് ചോദിച്ചാൽ, എന്റെ പിള്ളേരെ, തന്നിരിക്കുന്ന അളവുകളിലെ ഏറ്റവും ചെറിയ അളവിനെ ആൻസർ ആയിട്ട് പരിഗണിക്കുക. 6 ആണ് ഏറ്റവും ചെറിയ അളവ്. ഉത്തരം 6. കാണാതെ പഠിച്ചു വെക്കുക. ഒരു ചതുരപ്പെട്ടിയിൽ നിന്ന് മുറിച്ചെടുക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ ക്യൂബ്, ഒരു ചതുരപ്പെട്ടിയിൽ നിന്ന് മുറിച്ചെടുക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ ക്യൂബിന്റെ വശത്തിന്റെ നീളം എത്ര? വശത്തിന്റെ നീളം എത്ര എന്ന് ചോദിച്ചാൽ തന്നിരിക്കുന്ന അളവുകളിലെ ഏറ്റവും ചെറിയ അളവ്, തന്നിരിക്കുന്ന അളവുകളിലെ ഏറ്റവും ചെറിയ അളവ്, അതിനെ ഉത്തരമായിട്ട് പരിഗണിക്കാം. ഒരിക്കലും മറന്നു പോകരുത്. 1 മാർക്ക് കൂടി നിങ്ങൾക്ക് ഉറപ്പിക്കുവാനുള്ള വലിയൊരു അവസരമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നത്. പിന്നെ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ചോദ്യമാണ്, ദാണ്ട് അടുത്ത ചോദ്യം പിടിച്ചു. ഒരു ത്രികോണത്തിന്റെ ചുറ്റളവ് തന്നിട്ടുണ്ട് മക്കളെ, അതിന്റെ വശങ്ങളാകാവുന്ന അളവുകൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. പലർക്കും തെറ്റിപ്പോകുന്നൊരു ചോദ്യം അല്ലെ. നമ്മള് ത്രികോണത്തിന്റെ വശങ്ങളുടെ അളവുകള് ആകാൻ സാധ്യതയുള്ളത്, സാധ്യതയില്ലാത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ചോദ്യങ്ങൾ ക്ലാസ്സിൽ പഠിക്കാറുണ്ട്. അതേപോലെ ഒരു വെറൈറ്റി ചോദ്യമാണിത്. സ്ഥിരം ആയിട്ട് കാണുന്നത് അല്ലെങ്കിൽ പോലും ചില പരീക്ഷകളിൽ ചോദിച്ച് നമ്മളെ വിറപ്പിച്ചൊരു ക്വസ്റ്റ്യനാ. ചുറ്റളവ് തന്നിട്ട് വശങ്ങളുടെ അളവുകൾ ആകാൻ സാധ്യതയുള്ള അളവുകളെ വന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വരണം, ത്രികോണത്തിന്റെ വശങ്ങൾ ആകണമെങ്കിൽ
ചുറ്റളവിന്റെ പകുതി എടുക്കണം. ചുറ്റളവിന്റെ പകുതിയിലും കുറവായിരിക്കണം ഓരോ വർഷവും. അതാണ് റൂള്, മറന്നുപോരുത്. ചുറ്റളവിന്റെ പകുതിയിലും കുറവായിരിക്കണം ഓരോ വർഷവും. ചുറ്റളവ് 27 ആ 27ന്റെ പകുതി എന്ന് പറഞ്ഞാല് 27ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 13.5. 13.5-നേക്കാളും കുറവായിരിക്കണം ഓരോ വർഷവും. വേണ്ടേ, ഇത് കുറവാണ്, ഇത് കുറവാണ്, അത് കുറവാണ്. വേണ്ടേ, 14 എന്ന് പറഞ്ഞാൽ അല്ല, അപ്പൊ ഇതൊരിക്കലും വരത്തില്ല. 15 വരത്തില്ല, 20 വരത്തില്ല. ചുറ്റളവിന്റെ പകുതിയിലും കുറവായിരിക്കണം ഓരോ വർഷവും. ചുറ്റളവിന്റെ പകുതിയിലും കുറവായിരിക്കണം ഓരോ വർഷവും. അപ്പോൾ ഒരു ത്രികോണത്തിന്റെ വർഷങ്ങളാകണമെങ്കിൽ ചുറ്റളവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമം എന്ന് പറയുന്നത് എന്താണ്? അതായത് ചുറ്റളവിന്റെ പകുതിയിലും കുറവായിരിക്കണം ഓരോ വർഷവും എന്നുള്ള കാര്യം ഒരിക്കലും മറന്നു പോകാത്ത രീതിയിൽ ഉള്ളിന്റെ ഉള്ളില് അത് പറഞ്ഞു പഠിച്ചോണം. ചുറ്റളവിന്റെ പകുതിയിലും കുറവായിരിക്കണം ഓരോ വർഷവും. അതേപോലെ പിന്നെ ഒരു ചോദ്യം ദാണ്ടേ, ഒരു സമചതുര കട്ടയുടെ വക്കുകളുടെ എണ്ണം എത്ര എന്നാണ് ചോദ്യം. സമചതുര കട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മക്കളെ ക്യൂബ് എന്ന് പറയുന്ന ഷെയ്പ്പാണ്. സമചതുര കട്ട അല്ലെങ്കിൽ ക്യൂബ്, സമചതുര കട്ട അല്ലെങ്കിൽ ക്യൂബ് എന്ന് പറയുന്നത് ഈ ഷെയ്പ്പാണ്. ഇതിന് എത്ര മൂലകൾ ഉണ്ടെന്ന് ചോദിച്ചാല്, എത്ര കോർണർ ഉണ്ട്, എത്ര മൂലകൾ ഉണ്ടെന്ന് ചോദിച്ചാല് കുഞ്ഞുങ്ങളെ 8 എണ്ണം ഉണ്ട്. കണ്ടോ, 1, 2, 3, 4, 5, 6, 7, 8 എണ്ണം ഉണ്ട്. 8 മൂലകൾ ഉണ്ടെന്ന് മനസ്സിലായി. എത്ര വക്കുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ വക്കുകളുടെ എണ്ണമാണ് വേണ്ടതെങ്കിൽ നോക്കിക്കോണേ. മുകളിൽ 4 വക്കുണ്ട്, താഴെ 4 വക്കുണ്ട്. അപ്പോ 4 4 8 എണ്ണമായി. പിന്നെ 4 കാലുകൾ കൂടിയുണ്ട്. അപ്പോൾ 8 4 12 വക്കുകളാണുള്ളത്. അപ്പോൾ വക്കുകളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചാൽ 12 എണ്ണം ഉണ്ട്. പിന്നെ ഉള്ള ഒരു ചോദ്യമാണ് മുഖങ്ങളുടെ എണ്ണം എത്ര എന്ന് ചോദിക്കാം. മുഖങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ ഫേസസിന്റെ എണ്ണം എത്ര എന്ന് ചോദിക്കാം. മുഖങ്ങൾ എന്ന് പറഞ്ഞാൽ ദാണ്ടെ നിങ്ങൾ ഈ കാണുന്ന ഒരു മുഖം, അതുകൊണ്ട് ആ കാണുന്ന ഒരു മുഖം, അതിന്റെ പുറകിൽ കാണുന്ന ഒരു മുഖം, സൈഡിൽ കാണുന്ന ഒരു മുഖം, താഴെ കാണുന്ന ഒരു മുഖം, മേളിൽ കാണുന്ന ഒരു മുഖം, അങ്ങനെ മൊത്തത്തിലെ 6 മുഖങ്ങളാണുള്ളത്. അതായത് നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയിന്റെ ഉള്ളിൽ നിങ്ങൾ പറഞ്ഞു പഠിക്കണം. ഒരു സമചതുര കട്ടയുടെ മൂലകളുടെ എണ്ണം എന്ന് പറയുന്നത് 8 എണ്ണമാണ്. അതേപോലെ വക്കുകളുടെ എണ്ണം 12 എണ്ണമാണ്. മുഖങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 6 ആണെന്നുള്ള കാര്യം ഒരിക്കലും മറന്നു പോകരുത്. ഇവിടെ ഞാൻ ചോദിച്ചത് വക്കുകളുടെ എണ്ണമാണ്. 12 വക്കുകളുണ്ട്. ഓപ്ഷൻ ഡി ആയിരുന്നു അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം ദാ പിടിച്ചു. വേണ്ടേ, ചോദ്യം ഇതാണ്. 1/4 ഇൻറ്റു 240 എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ 4/5 ഇൻറ്റു ക്വസ്റ്റ്യൻ മാർക്ക് എന്നാണ് ചോദിച്ചത്. ഇതാണ് ചോദിച്ചത്. ആ ക്വസ്റ്റ്യൻ മാർക്കിന്റെ വില എത്ര എന്നാണ് ചോദ്യം. സ്വാഭാവികമായിട്ടും ഇവിടെ ഗുണിച്ചുകൊണ്ടിരിക്കുന്ന ഈ 4/5 ഉണ്ടല്ലോ, അതിനെ എടുത്ത് ഇപ്പുറത്തേക്ക് ഇങ്ങ് തട്ടിയാൽ മതിയല്ലോ. ആ സാധനത്തിനെ എടുത്ത് ഇപ്പുറത്തേക്ക് തട്ടിയാൽ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം പക്കയായിട്ട് അവസാനിക്കും. അപ്പോൾ അത് ഇപ്പുറത്തേക്ക് വരുമ്പോൾ നോക്കിക്കോണേ, 1/4 ഇൻറ്റു 240 ഇൻറ്റു ആ 4/5 ഉണ്ടല്ലോ, അത് ഇപ്പുറത്തേക്ക് വരുമ്പോൾ 5/4 മാറും കേട്ടോ. ഇത്രേ ഉള്ളൂ. ഈ കിടക്കുന്ന 4/5 ഇപ്പുറത്തേക്ക് വരുമ്പോൾ തിരിച്ചിട്ട് ഗുണിക്കുക. അതായത് 5/4 എന്ന് വരും. ഇനി ഈ കിടക്കുന്ന 4ഉം ഈ കിടക്കുന്ന 240 കൂടെ 4 കൊണ്ട് വെട്ടാം. 4 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 4 കൊണ്ട് ഹരിക്കുക. 4നെ 4 കൊണ്ട് ഹരിച്ചാൽ 1, 240നെ 4 കൊണ്ട് ഹരിച്ചാൽ 6 എന്ന് പറഞ്ഞാൽ 60.
അതായത് 240നെ 4 കൊണ്ട് ഹരിച്ചാൽ പക്ക 60ആണ്. അതേപോലെ ദാണ്ടെ ഈ 4ഉം ഈ 60ഉം കൂടെ 4 കൊണ്ട് വെട്ടാം. 4 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 4 കൊണ്ട് ഹരിക്കുക. 4നെ 4 കൊണ്ട് ഹരിച്ച 1, 60നെ 4 കൊണ്ട് ഹരിച്ച 15. പരിപാടികൾ കഴിഞ്ഞു. 15ഉം 5ഉം കൂടെ ഗുണിച്ചാൽ 75. ഓപ്ഷൻ ഡി ആയിരുന്നു അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം. ഇത്തരത്തില് ഭിന്നസംഖ്യകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചോദ്യം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അതേപോലെ ഒരു ചോദ്യം കൂടെ താണ്ട പിടിച്ചു. 5040 മിനിറ്റിലെ എത്ര മണിക്കൂറുകൾ ഉണ്ടാ പിള്ളേരെ എന്നാണ് ചോദ്യം. നമുക്കെല്ലാവർക്കും അറിയാം മണിക്കൂറിനെ മിനിറ്റ് ആക്കാൻ 60 കൊണ്ട് ഗുണിക്കുക. എഴുതിയെടുത്തു. മണിക്കൂറിനെ മിനിറ്റ് ആക്കണം. മണിക്കൂറിനെ മിനിറ്റ് ആക്കണമെങ്കിൽ 60 കൊണ്ട് ഗുണിക്കുക. തിരിച്ച് മിനിറ്റിനെ മണിക്കൂറാക്കണമെങ്കിൽ 60 കൊണ്ട് ഹരിക്കുക. മിനിറ്റിനെ മണിക്കൂറാക്കണമെങ്കിൽ 60 കൊണ്ട് ഹരിക്കുക. ദേണ്ട ചോദിച്ചത് ഇവിടെ മിനിറ്റിനെ മണിക്കൂറാക്കാനാണ്. മിനിറ്റിനെ മണിക്കൂറാക്കണമെങ്കിൽ 60 കൊണ്ട് ഹരിക്കുക. 60 കൊണ്ട് ഹരിക്കുക. 60 കൊണ്ട് ഹരിക്കുക. 60 കൊണ്ട് ഹരിക്കുക. 0 വെട്ടി. 504നെ 6 കൊണ്ട് ഹരിക്കുക. 504നെ 6 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാല് 8 6 48. ശിഷ്ടം 2. 4 താത്തിറക്കി. 4 6 24. ഉത്തരം 84. 84 ആയിരുന്നു. ഓപ്ഷൻ ബി ആയിരുന്നു അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അതായത് മണിക്കൂറിനെ മിനിറ്റ് ആക്കണമെങ്കിൽ ഇൻറ്റു 60 ആണെങ്കിൽ മിനിറ്റിനെ മണിക്കൂർ ആക്കണമെങ്കിൽ 60 കൊണ്ട് ഹരിക്കുക എന്നുള്ള കാര്യം നിങ്ങളുടെ മനസ്സിൽ ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. അപ്പോ ഈ വീഡിയോ ഞാൻ ഈ ഒരു ക്ലാസ് മാത്സിന്റെ ഈ ഒരു റിവിഷൻ ലെവൽ ഈ ഒരു ക്ലാസ് ഞാൻ ഇവിടെ ലെങ്ത് കൂടുതലായത് കൊണ്ട് ഇവിടെ വെച്ച് കട്ട് ചെയ്യുകയാണ്. ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ നമ്മൾ ഉടനെ അപ്ലോഡ് ചെയ്യാം. അങ്ങനെ ഒരു 6-7 ക്ലാസ് കിട്ടിക്കഴിയുമ്പോൾ മാത്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരും. കാരണം ഫോഴ്സ് പരീക്ഷകൾക്ക് മാത്രമായിട്ട് മാത്സിനകത്ത് ചോദിക്കുന്ന കുറെ ആവർത്തിച്ചു വരുന്ന ചില ചോദ്യങ്ങളുണ്ട്. അത് എളുപ്പ വഴിയിൽ ചെയ്തെടുക്കുവാനുള്ള കുറച്ച് ഐഡിയാസുമായിട്ട് വീണ്ടും അടുത്ത ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വരുന്നതായിരിക്കും. അതേപോലെ പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഡ്രൈവറിന്റെ സ്പെഷ്യൽ ടോപ്പിക് ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളുടെ ആ ഒരു കളക്ഷനും അതിന്റെ വിശദീകരണവും ഒക്കെ ആയിട്ട് നമ്മുടെ ഇൻഹൗസ് ക്ലാസ്സുകൾ പക്കയായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളൊരു ഡ്രൈവർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിയാണെന്ന് കരുതുക. സീരിയസ് ആയിട്ട് അടുത്തടുത്ത് വരുന്ന ഏതെങ്കിലും, അതായത് അടുത്ത് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന ആദ്യം വരുന്ന നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്തു പോയ നോട്ടിഫിക്കേഷൻ ഉടനടി അടിച്ചെടുക്കണം. അത് സീരിയസ് ആയിട്ട് നിങ്ങൾ പഠിക്കുവാൻ വളരെ വിജിലന്റ് ആയിട്ട് പഠിച്ചുകൊണ്ട് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ട് പഠിച്ചുകൊണ്ട് മുമ്പോട്ട് പോയിട്ട് ആ പരീക്ഷ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ക്രാക്ക് ചെയ്യുവാൻ സാധിക്കും. അത്തരം സാധ്യതകൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പുതിയ ബാച്ചുകൾ നമ്മളിപ്പം തുടങ്ങുകയാണ്. ഡ്രൈവറിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിന് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് അത്തരം ബാച്ചുകൾ ഓടിപ്പോകുന്നത്. നിങ്ങളിപ്പോ ഒരു CPO ഡ്രൈവർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ CPO ഡ്രൈവറിന്റെ സ്പെഷ്യൽ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും അത്തരം ലൈവ് ക്ലാസ്സുകളിൽ നിങ്ങളെ കൃത്യമായിട്ട് പരിചയപ്പെടുത്തുകയും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ചർച്ചകളും അതേപോലെ പരീക്ഷകളും ഒക്കെ നിങ്ങൾക്ക് എഴുതി മാറുവാനും സാധിക്കുകയും ചെയ്യും. അത്തരം സാധ്യതകളെല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഡ്രൈവർ പരീക്ഷകൾക്ക് നിങ്ങൾക്ക് തയ്യാറെടുക്കുവാൻ സാധിക്കുകയും ചെയ്യും. ഇതിന്റെ ബാക്കി ക്ലാസ്സുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും എത്തുകയും ചെയ്യും. നിങ്ങളുടെ എല്ലാ സജഷൻസും അഭിപ്രായങ്ങളെല്ലാം ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.